ഞങ്ങക്ക് 1,00,000 രൂപ അവാർഡ് കിട്ടി. ആ അവാർഡ് കയ്യിൽ കിട്ടിയിട്ടില്ല. പക്ഷെ അത് കിട്ടിട്ട് പേരിൽ അങ്ങനെ കിടക്കുക, കയ്യിൽ കിട്ടിയിട്ടൊന്നുമില്ല. സ്റ്റാളിൽ പോകുമ്പോ കൊടുക്കും, പിന്നെ അല്ലാതെ ചോദിച്ചു വരുന്നവർക്ക് ഇവിടുന്ന് കൊടുക്കും. റേറ്റ് കഴിഞ്ഞ കൊല്ലം 160 ചെറുപയറിന് മാത്രം. പിന്നെ കാച്ചിലിന് 60 കഴിഞ്ഞ കൊല്ലത്തെ. പിന്നെ ഈ കൊല്ലം എത്ര കൂട്ടുമെന്ന് അറിയില്ല. എത്ര കാലമായി കൃഷി ചെയ്യാൻ തുടങ്ങി? 2 വർഷം. 2 വർഷം. ഓർഡർ അനുസരിച്ചിട്ടാണോ കൊടുക്കുന്നത്? അല്ല, അങ്ങനൊന്നുമില്ല. ഓർഡർ കൊടുക്കുന്നവർക്കും കൊടുക്കും, അല്ലാണ്ട് വരുന്നവർക്കും കൊടുക്കും. ഈ കൃഷി എങ്ങനെ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള സഹായം കിട്ടും? സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇതുവരെ അങ്ങനെ കിട്ടിയിട്ടില്ല. നമ്മുടെ സ്വന്തം ചെലവിൽ തന്നെ ചെയ്യുന്നതാണ്. പക്ഷെ അത് മുതൽ മുടക്കനുസരിച്ച് നമുക്ക് വരുമാനം ലഭിക്കുന്നുണ്ടോ? ലാഭമൊക്കെ കിട്ടുന്നുണ്ടോ? ഇല്ല. ഞങ്ങക്ക് 1,00,000 രൂപ അവാർഡ് കിട്ടി. ആ അവാർഡ് കയ്യിൽ കിട്ടിയിട്ടില്ല. പക്ഷെ അത് കിട്ടിട്ട് പേരിൽ അങ്ങനെ കിടക്കുക, കയ്യിൽ കിട്ടിയിട്ടൊന്നുമില്ല. ഇവിടെ എങ്ങനെ മൃഗങ്ങളെ ശല്യമുണ്ട്? കൃഷി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുണ്ട്? അങ്ങനൊന്നുമില്ല. 2 കൊല്ലത്ത് അങ്ങനത്തെ ഇത് ശല്യമൊന്നുമില്ല. ഇപ്പാണ് ആന ഇറങ്ങിയത്. ആനനെ കൊണ്ടാവുന്നില്ല. എത്ര ഏക്കറിൽ നമ്മളിപ്പോ കൃഷി ചെയ്യുന്നത്? 75 സെന്റ് സ്ഥലത്തിലുണ്ട്. എന്തൊക്കെയുള്ള ഇതെവിടെയൊക്കെ കൊടുത്തുവിടുന്ന? എവിടെയാ? അപ്പൊ നമുക്ക് ഓർഡർ അനുസരിച്ചാണോ നിങ്ങൾ ചെയ്യുന്നത്? ആണല്ലേ. എങ്ങനെ കർഷക ഈ സർക്കാരിന്റെ സ്റ്റാളിലേക്കാണ് ഇപ്പൊ ഇതിന് എത്ര നമുക്ക് മുതൽ മുടക്ക് വരുന്നുണ്ട്? അതിന്റെ വളമൊക്കെ എങ്ങനെയാ? ജൈവവളം തന്നെയാണ്. പശുവിന്റെ ചാണകം അങ്ങനെ സാധനം. അല്ല, രാസവളം ഒന്നും ഉപയോഗിക്കുന്നില്ല.